ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നേക്കണത് ഒരു ദുഃഖം തോന്നിക്കുന്നൊരു വാർത്തയായിട്ട് തന്നെയാണ്. വേറൊന്നുമല്ല, നമ്മുടെ കർണാടക ശിരൂര് ഒരു 20 ദിവസം പഴക്കമുള്ളൊരു ബോഡി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ കണ്ടു. ന്യൂസിലും അതുപോലെ തന്നെ ലൈവ് കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അപ്പോൾ എന്താണ്, അർജുൻ്റെ ബോഡി തന്നെയാണ് എന്നാണ് കുറേ പേര് പറയുന്നത്. അപ്പോൾ അത് DNA ടെസ്റ്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അർജുൻ്റെ ശരീരം ആയിരിക്കല്ലേ എന്നാണ് ആഗ്രഹിക്കുന്നത്. അർജുൻ്റെ കൂടെ തന്നെ കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിലേതാണോ എന്ന് അറിയില്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അത് DNA ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ആരുടെയാണ് എന്താണെന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞ് അതിൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അതിൽ ആദരാഞ്ജലികളും ഇതൊക്കെ അർപ്പിക്കാൻ പാടുള്ളൂ. അതിന് മുമ്പേ എന്തെങ്കിലും ഒരു ബോഡി കിട്ടിയെന്ന് പറയുമ്പോഴേക്കും അർജുൻ്റെ ആണ് എന്ന് പറഞ്ഞ് കുറേ പേര് ഫേക്ക് ന്യൂസ് ഇട്ടതായിട്ട് ഞാൻ കണ്ടു. അർജുന് ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ഫേക്ക് ന്യൂസുകൾ കണ്ടു. പക്ഷേ അതൊന്നും സത്യമല്ല. ഇപ്പോൾ DNA ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ ബോഡി അർജുൻ്റേതാണോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിലൊരുപാട് കമൻസും കാര്യങ്ങളും കണ്ടു. ആ ബോഡി അർജുൻ്റേതല്ലാതിരിക്കട്ടെ, അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾക്ക് എന്തൊരു വാർത്തയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനക്കരുത്ത് ഇനി ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പം ഇത്രയും നാളായ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും മിറാക്കിൾ തന്നെ സംഭവിക്കണം, അല്ലാതെ അർജുൻ്റെ കാര്യത്തിൽ ഒരു ഇതും ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ അർജുൻ്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ അതിനുള്ള നടപടികളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ബോഡി ആരുടെയാണ് എന്താണെന്നൊക്കെ മനസ്സിലാകണം. അതുപോലെ തന്നെ അർജുൻ്റെ വൈഫിന് ജോലി വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. അത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ യൂട്യൂബേഴ്സ് ഇട്ടതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ അഥവാ അർജുൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണം. അതിന് ആ പെൺകുട്ടിക്ക് ഒരു ജോലി ഉണ്ടായേ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ജോലി കൊടുത്തുവെങ്കിൽ അതിന് വിമർശിക്കാൻ കുറേ പേര് വന്നതായിട്ട് ഞാൻ കണ്ടു. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾക്ക് എന്താ പറയുക, അർജുൻ പോയി എങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് മനസ്സിലുണ്ടാവണം. എന്തും നേരിടാനുള്ള ഒരു ഇതോടുകൂടി വേണം ഇനി മുന്നോട്ട് പോവാൻ. ഇപ്പോൾ ഈ ഒരു ബോഡി കിട്ടിയിട്ട് ഇനി അതിൻ്റെ DNA ടെസ്റ്റ് വന്നാൽ മാത്രമേ അത് അർജുൻ്റെ ബോഡിയാണോ അതോ വേറെ ആ മത്സ്യത്തൊഴിലാളികളുടെ ആണോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താ, മത്സ്യത്തൊഴിലാളികൾ മനുഷ്യരല്ലേ എന്ന് പറയും. പക്ഷെ മത്സ്യത്തൊഴിലാളികൾ മനുഷ്യരാണ്. എങ്കിൽ കൂടി അർജുൻ എന്നൊരു വ്യക്തി, നമ്മൾ മറ്റുള്ള 3 പേരെയും ആരാണ് എന്താണെന്ന് കണ്ടിട്ടില്ല. പക്ഷേ അർജുൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അർജുൻ എന്നൊരു വ്യക്തി നമ്മുടെ മനസ്സിലൊരു ഇടം നേടിയിട്ടുണ്ട്. ഇത്ര നാളും അർജുൻ എന്ന് പറഞ്ഞ ആ ഒരു മുഖമാണ് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അപ്പോൾ അർജുൻ ജീവനോടെ വരട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ DNA ടെസ്റ്റിന് ഞാൻ പെട്ടെന്ന് ആ ഒരു ഇത് കണ്ടപ്പോൾ ശിരൂരിൽ നിന്നൊരു മൃതദേഹം അത് അർജുൻ്റേതാണ് എന്നൊരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അയ്യോ, അർജുൻ പോയോ എന്നൊരു ഇതാണ് മനസ്സിൽ ആദ്യം വന്നത്. പക്ഷേ അത് അർജുൻ്റേതല്ല. സത്യാവസ്ഥ വന്നിട്ടില്ല. DNA ടെസ്റ്റ് വന്നാൽ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരുള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് അർജുൻ ആയിരിക്കില്ല, അർജുൻ ആവാൻ ഒരു ചാൻസും ഇല്ല, അർജുൻ ജീവനോടെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അർജുൻ ജീവനോടുകൂടി തന്നെ വരട്ടെ എന്ന് തന്നെയാണ് ഞാനും ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അർജുൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ പിന്നെ ഒന്നും ചെയ്യാനുള്ള ഒരു ഇതും ഇല്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ആ ബോഡി അർജുൻ്റേതല്ലാതിരിക്കട്ടെ എന്ന്. അപ്പോൾ ആ മത്സ്യത്തൊഴിലാളി മനുഷ്യരാണ്, അത് അവരാവണേ എന്നല്ല ആഗ്രഹിക്കുന്നത്. എങ്കിൽ കൂടി ഇത്രയും നാൾ നമ്മൾ കേട്ട് ഇരുന്നത് കൊണ്ട് അർജുൻ എന്തോ നമ്മുടെ മനസ്സിലെന്തോ ഒരു ഇടം നമ്മുടെ ഒരു മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നൊരു മുഖമായിട്ട് മാറി. എന്നും രാവിലെ എണീക്കുമ്പോൾ നോക്കുന്നത് അർജുനെ കിട്ടിയോ എന്നുള്ളൊരു ന്യൂസാണ് ആദ്യം തന്നെ നോക്കുന്നത്. അപ്പം നമുക്ക് അതൊരു ആകാംക്ഷയാണ്. അർജുനെ കിട്ടണം, അർജുനെ ജീവനോടെ തന്നെ കിട്ടണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഫേക്ക് ന്യൂസുകൾ ഇടരുത്, സത്യമായിട്ടുള്ള ന്യൂസുകൾ മാത്രം ഇടുക. എന്താ ചോദിച്ചാൽ അർജുൻ്റെ കാര്യത്തിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കണം. അർജുൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കണം. അതുകൊണ്ട് തന്നെ ആരും ഫേക്ക് ന്യൂസ് ഇട്ടിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. അത് ആ DNA ടെസ്റ്റ് കഴിഞ്ഞിട്ട് അത് അർജുൻ്റെ ആണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അർജുൻ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് ഇടുക. അത് അർജുൻ്റെ അല്ല എങ്കിൽ അത് നമ്മളിങ്ങനെ വെറുതെ ഫേക്ക് ന്യൂസ് ഇട്ടിട്ട് ആ കുടുംബത്തിനെയും അതുപോലെ തന്നെ അർജുനെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവരെയൊക്കെ ഒരുപാട് വിഷമത്തിലാക്കും.
അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഫേക്ക് ന്യൂസ് ആരും ഇടാതിരിക്കുക. അപ്പോഴേ നമുക്ക് സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ പെട്ടെന്ന് ആദരാഞ്ജലികളെന്ന് കാണുമ്പോൾ നമ്മളത് പെട്ടെന്ന് ഞെട്ടിപ്പോകണം, അയ്യോ അർജുൻ പോയോ എന്നൊരിത്. പിന്നെ അതിൻ്റെ ആ ഉള്ളടക്കം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അർജുൻ മരിച്ചിട്ടില്ല, അത് വേറെ ഏതോ ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തമ്പനയിൽ ഇട്ടിട്ട് ആരെയും വിഡ്ഢികളാക്കാതിരിക്കുക. നമുക്ക് ഇനിയും ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രാർത്ഥിക്കാം അർജുൻ തിരിച്ചു വരട്ടെ എന്ന്. അർജുൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം ഇത്രയും നാളായ സ്ഥിതിക്ക് അർജുൻ ഇനി തിരിച്ചു വരുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അപ്പം എന്തായാലും നമുക്ക് എന്താ പറയുക, എന്താണ് ദൈവം വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ ദൈവം എന്തെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ അർജുൻ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും, അർജുൻ തിരിച്ചു വരും. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം. ഈ ഒരു ബോർഡിൻ്റെ ഇനിയിപ്പോൾ DNA ടെസ്റ്റ് വന്നാൽ മാത്രമാണ് അതെന്താണ് ഏതാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾ ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂട്യൂബിൽ ഇടുക. അല്ലെങ്കിൽ അത് വീട്ടുകാരെയും അതുപോലെ തന്നെ അർജുനെ കാത്തിരിക്കുന്ന ഒരുപാട് പേരെ അത് ഒരുപാട് വിഷമത്തിലാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ ദയവ് ചെയ്ത് ഇടാതിരിക്കുക. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, അർജുൻ തിരിച്ചു വരും എന്നൊരു ഉറപ്പോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അർജുൻ എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. അതുപോലെ തന്നെ എല്ലാവരും ഒരുപാട് പേര് അർജുനെ കാത്തിരിക്കുന്നുണ്ട്, ജീവനോടെ തിരിച്ചു വരും എന്നൊരു വാർത്തയ്ക്കായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കുഞ്ഞു മക്കളടക്കം അർജുന് വേണ്ടിയിട്ട് പ്രാർത്ഥനയുമായിട്ട് കാത്തിരിക്കുകയാണ്. എൻ്റെ അടുത്ത് എൻ്റെ മക്കളടക്കം ചോദിക്കും അർജുൻ്റെ കാര്യം എന്താണ് അർജുന് കിട്ടിയോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ ആ ചെറിയ മോളടക്കം ഇഷമോളടക്കം ചോദിക്കും. അവളുടെ മനസ്സിലടക്കം അർജുൻ ഒരു ഇടം നേടി എങ്കിൽ, 4 വയസ്സായ ഒരു കുഞ്ഞിൻ്റെ മനസ്സിലടക്കം അർജുൻ ഇടം നേടിയെങ്കിൽ അർജുൻ എത്രമാത്രം ഓരോ മനുഷ്യരുടെയും മനസ്സിലിടം നേടിയിട്ടുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അതാണ്, അപ്പോൾ അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അർജുൻ ജീവനോടുകൂടി തന്നെ തിരിച്ചു വരട്ടെ എന്നൊരു വാർത്തയ്ക്കായിട്ട്. അപ്പോൾ എന്തായാലും ഫേക്ക് ന്യൂസുകൾ ആരും ദയവ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ ഒരു അവസരത്തിൽ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇതായിട്ട് ഒരു ഇതുമില്ലല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്കൊരു അവസരത്തിൽ ഇത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.